നമസ്കാരം, സുബിയാണ്. ലൈഫ് ഓഫ് പഞ്ചമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ നേരെ അരുണേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരാഴ്ച അവിടെ പോയതായിരുന്നു. കാരണം ഇവിടെ വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു ഒന്നും പ്രാവശ്യം ഇവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിവിടെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് നമുക്ക് കാണാം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഭയങ്കര ചൂടാണ് നാട്ടിൽ. മലാവിയിൽ നല്ല വെയിലുണ്ടെങ്കിലും ഇത്രയും ചൂടില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ഭയങ്കര ചൂട്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചൂടെടുത്തപ്പോൾ വിചാരിച്ചു എ സി വെക്കാന്ന്. പക്ഷേ എ സി വെച്ചാലും ഒരു റൂമിലേക്കൊക്കെ അല്ലേ അതിൻ്റെ തണുപ്പ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അരനേട്ടൻ പറഞ്ഞു നമുക്ക് മിസ്റ്റ് സെറ്റ് ചെയ്യാന്ന്. മിസ്റ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റോടെ ഇങ്ങനെ ഒരു പുക പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. രാവിലെ ഒരു 10 മണി മുതൽ 4 മണി വരെ ആ സാധനം ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം മൊത്തം തണുത്ത് കിടക്കും. നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ കേരളത്തിൽ ഒന്ന് രണ്ടല്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഈ സംഭവം വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ടറഫിലൊക്കെ ഉണ്ടല്ലോ, ഈ ഫുട്ബോൾ കളിക്കാൻ ചുറ്റുള്ള ടറഫിലൊക്കെ മഞ്ഞുമഴ പെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ ടർഫിൽ കളിക്കാൻ പോണവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം വീടിൻ്റെയൊക്കെ ചുറ്റും സെറ്റ് ചെയ്യുന്നത് കുറേ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സക്സസ് ആണെന്നാണ് കേട്ടത്. അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കും വേണം. പിന്നെ എന്തൊരു പ്ലംബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ അത് സക്സസ് ആവുമില്ലെന്ന് അറിയില്ല. സക്സസ് ആവുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറയാൻ കേട്ടോ. അത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടോ നോക്കിയതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടെന്ന്. പിന്നെ ഒരു ചെറിയൊരു കയറി താമസത്തിന് പോകണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്ളോഗ് ഇന്നത്തെ കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നു വിട്ട കേട്ടോ. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിപ്സ്, വാഴക്ക ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും ഒക്കെ. ഇതൊന്നും തന്നു വിടുന്ന സമയത്ത് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല. അതായത് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഷുഗറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ ശേഷമായിട്ട് ഷുഗറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതേ നല്ല അടിപൊളി വാഴക്ക വറുത്തത്, അതായത് വാഴക്ക ചിപ്സ് ഉണ്ട്. പിന്നെ ഏടത്തിയമ്മ എൻ്റെ ഒരു ആരോഗ്യമൊക്കെ നന്നായിക്കോട്ടെ എന്നും പറഞ്ഞ് കുറച്ച് ആൽമണ്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ കുപ്പിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാരക്കയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എല്ലാവരും കാരക്ക എന്നാണ് പറയുക. ഡേറ്റ്സിന് ഈന്തപ്പഴത്തിന് കാരക്ക എന്ന് പറയും. ചിലർക്കൊന്നും കാരക്ക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോസാണ്. എഡിറ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ നിന്നേ ഉള്ളൂ. ഇവിടുത്തെ അരുണേട്ടൻ്റെ അമ്മ രാവിലെ എണീറ്റാൽ തന്നെ ഒരു ഭക്തിഗാനമൊക്കെ ഫോണിൽ ഓണാക്കി വെച്ചിട്ടാട്ടോ പണിയൊക്കെ തുടങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ പുറത്തൊരു കണിക്കൊന്ന നിന്നപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴാണോ പൂക്കണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ കണിക്കൊന്നേൻ്റെത്. അമ്മയുടെ തകൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞിരുന്നല്ലോ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നേന്ന് തോന്നേ. അപ്പോൾ അതിനൊക്കെ ഒരു ടിന്നിലാക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒരു ടിന്നിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഉറുമ്പൊന്നും വരത്തില്ലല്ലോ, സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു. പിന്നെ ഞാനും അമ്മയൊക്കെ അടുക്കളയിൽ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഓരോരോ വിശേഷങ്ങളുണ്ടാവില്ല നമുക്ക് പറയാൻ. പിന്നെ ഞാൻ ഇവിടെ ഒരാഴ്ച നിന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഒരാഴ്ച നിന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അരുണേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നത്. അതായത് ആദ്യം ഒരാഴ്ച അരുണേട്ടൻ്റെ വീട്ടിൽ നിന്നു, പിന്നെ ഒരാഴ്ച എൻ്റെ വീട്ടിൽ നിന്നു. കാരണം അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, അമ്മ മരിച്ചിടത്തായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ കാണാനോ വർത്തമാനം പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വിശദമായിട്ടുള്ള വിവരങ്ങളും വർത്തമാനങ്ങളും നമുക്കുണ്ടാവുമല്ലോ പറയാൻ, അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അമ്മയുടെ ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുറ്റത്ത് തന്നെ പാല് വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് പാല് വാങ്ങൽ. ഒരു ഓട്ടോറിക്ഷയിലാണ് പാല് കൊണ്ടുവരാറുള്ളത്. അവിടുന്ന് പാലൊക്കെ വാങ്ങി ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പാൽ ചായയാണ് രാവിലെ കുടിക്കാറുള്ളത്. ഞാനും അരുണേട്ടനൊന്നും ഈ പാൽ ചായ ഒന്നും രാവിലെ കുടിക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ കഫക്കെട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് 2 പേരും അങ്ങനെ രാവിലെ പാൽ ചായ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ മലാവിയിലായിരുന്നപ്പോൾ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായ.
പിന്നെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞപ്പോൾ കമൻറ്റിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി, അപ്പോൾ കഫക്കെട്ട് വരില്ല, അങ്ങനെ കുറേ റെമഡീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ട് കുടിക്കാൻ ഈ സമയമായതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല കേട്ടോ. ഇനി പതുക്കെ പതുക്കെ കുടിച്ച് നോക്കണം എന്നെക്കൊണ്ട് കുടിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കീർത്താമസമുണ്ട് അച്ഛമ്മയുടെ, അതായത് എൻ്റെ അച്ഛമ്മയുടെ അനിയത്തീൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ അവിടെ പോയി വരണം. ഒരുപാട് വീഡിയോസൊന്നും അതിൻ്റെ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര ചൂടായിരുന്നു, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും 1-2 ക്ലിപ്പൊക്കെ അതിൽ ചേർക്കാം. പിന്നെ ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ കിണറ്റിൽ നിന്ന് നേരിട്ട് നമ്മൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ കിണറ്റിൽ നിന്ന് നേരിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പൈപ്പുണ്ട്, അതായത് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാനെന്ന് ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലംബർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയുണ്ട്. അപ്പോൾ അതേ അച്ചമ്മ രാവിലെ തന്നെ മുരിങ്ങേൻ്റെ ഇലയും മുരിങ്ങേൻ്റെ പൂവൊക്കെ നന്നാക്കാൻ കേട്ടോ. അച്ചമ്മ എന്താ പറയുക, ഇങ്ങനെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തരും. അതുപോലെ മുരിങ്ങേൻ്റെ ഇലയൊക്കെ നന്നാക്കിയിട്ട് അതൊക്കെ നല്ല നീറ്റായിട്ട് പതുക്കെ ഇരുന്ന് സമയം എടുത്തിട്ട് എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങേൻ്റെ പൂവ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അത് ഒരുപാട് പൂവ് ഇവിടെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയ മുരിങ്ങ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വെയിറ്റ് കൂടിയിട്ടാണ് എന്താണെന്നറിയില്ല മറിഞ്ഞ് ചാടിപ്പോയി. പിന്നെ ഒരെണ്ണം ഞങ്ങൾ കിണർ പണി നടത്തിയപ്പോൾ അവർ വെട്ടിപ്പോയി. പിന്നെ ഇപ്പോൾ ഉള്ളൊരു മുരിങ്ങേൻ്റെ മരമാണ് ഞാൻ കാണിച്ചു തന്നത്. അതിൽ ഇഷ്ടംപോലെ ഈ മുരിങ്ങാപ്പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കഴിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തങ്കുച്ചേച്ചി വന്നത്. തങ്കുച്ചേച്ചിയല്ല, തങ്കച്ചേച്ചി. നമ്മളെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് തങ്കച്ചേച്ചി. നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ, നമ്മളെ അയൽവക്കമായിട്ട്. കാരണം നല്ല അയൽവക്കമാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ വീടിന് നേരെ മുന്നിലുള്ള മുത്തുച്ചേച്ചി ആണെങ്കിലും തൊട്ടപ്പുറത്തുള്ള മിനിച്ചേച്ചി ആണെങ്കിലൊക്കെ എല്ലാവരുമായിട്ട് ഭയങ്കര നല്ലൊരു കണക്ഷനാണുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ അധികം നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ, കല്യാണം കഴിച്ച് വന്നിട്ട് ആ 2-3 മാസം നിന്ന് പോയതല്ലേ, പിന്നെ എപ്പോഴെങ്കിലും ഒരു മാസത്തിന് വേണ്ടതില്ല. അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ബാക്കിയും ഒരുപാട് നല്ല ആൾക്കാർ തന്നെയാട്ടോ എല്ലാ അയൽവക്കും ഉള്ളത്. അമ്മയ്ക്കാണ് എല്ലാവരെയും അറിയാം കേട്ടോ. അപ്പോൾ അതേ പ്ലംബിങ്ങിനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരവിടെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഉച്ചത്തേക്കുള്ള അടുത്ത ലഞ്ചിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, വേർത്തൊലിക്കുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ അച്ഛമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാട്ടോ കീർത്താമസം. അപ്പോൾ വീട്ടിൽ നിന്നുള്ളവരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ടാകും. ഇവിടെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു ഓട്ടോ വിളിച്ച് പോകാൻ വിചാരിച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട്. അപ്പം അമ്മയും അച്ഛനും ഒരുങ്ങുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ ഒരുങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കീർത്താമസം നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും ഞാനും അച്ഛനും കൂടെ പോയിട്ടുണ്ടായിരുന്നത്, അരുണേട്ടൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ചൂടാണ് പൊതുവെ. പിന്നെ ഇതൊരു പുതിയ വീടായതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് ചൂടില്ല കേട്ടോ. പക്ഷേ പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ, ഭയങ്കര വെയിലും ചൂടൊക്കെയാണ്. നന്നായിട്ട് വേർത്തൊലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നല്ല ചൂടാണെങ്കിൽ നല്ല ചൂട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേ വേർത്തിട്ടാണെങ്കിലും ഞങ്ങളിവിടെ നിന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കടയൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. കാരണം കുറേ വീഡിയോസൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ നമ്മളൊരു മിസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് നിന്ന് ഓർഡർ ചെയ്തതാണ്. ഈ ഒരു നീല പൈപ്പ് ഉണ്ടോ, ഈ നീല പൈപ്പ് കൂടിയാണ് വെള്ളം പോവുക. എന്നിട്ട് ആ നീല പൈപ്പിൽ കുറേ വേറൊരു ഇങ്ങനെ വെള്ളം ചീറ്റി പോകുന്ന സംഭവം ഉണ്ടല്ലോ, ഇതായി കാണുന്നത് ഒരു ബുള്ളറ്റിൻ്റെ ഒക്കെ മോഡലിൽ കാണുന്ന സാധനം. അത് അത് ബാറ്ററിയാണ്. വേറൊരു സംഭവമുണ്ട്, അത് ഈ നീല പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് അതിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്ന പോലെ ആയിരിക്കും കേട്ടോ വരിക. അത് നമ്മൾ ഓടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സൺസൈഡിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട്, അതായത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അന്തരീക്ഷം തണുപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നല്ലോ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വെച്ചതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും കേട്ടോ. അത് നല്ല എന്താ പറയുക, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വിങ്ങിയൊരു
രൂപത്തിൽ അല്ലെങ്കിൽ വിങ്ങിയ പോലെയാണ് ആ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. ചൂടൊക്കെ നിന്ന് പെട്ടെന്ന് തന്നെ തലേന്നും മുഖത്തും മേത്തുനിന്നൊക്കെ വേർപ്പ് ഒലിച്ചിറങ്ങി നമുക്കൊന്നും ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തുണ്ടായിരുന്നത്. പക്ഷേ ഇത് വെച്ചതിന് ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എല്ലാവരും പറഞ്ഞു ഭയങ്കര തണുപ്പ്, അതായത് ഊട്ടിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലത്തെ പോലത്തെ തണുപ്പല്ല, ഭയങ്കര തണുപ്പും ഇല്ല ഭയങ്കര ചൂടും ഇല്ല, നോർമൽ ടെമ്പറേച്ചർ. അതായത് നമുക്ക് അങ്ങനെ ഒരു ചൂടിൻ്റെ വിങ്ങലോ ഭയങ്കരമായിട്ട് വേർത്തൊലിക്കുകയോ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അതിപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നപ്പോൾ അവരാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വലിയ വിങ്ങലൊക്കെ പോയല്ലോ എന്ന്. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ മിസ്റ്റ് പോലത്തെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് അധികം ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഭയങ്കര സ്പ്രേ പോലെ പുക പോലെ ഇങ്ങനെ ചെറുതായിട്ട് എനിക്ക് വീഡിയോയിൽ കിട്ടുന്നുള്ളത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ കിട്ടുന്നത്. ഇങ്ങനെ അത് ഫുള്ള് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്പ്രേ അടിച്ച് നമ്മൾ ഓടല്ല അതിൻ്റെ ഇടയിൽ ഇതാണ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഈ പുറത്തുള്ള ഓടും ഉള്ളിലുള്ള കോൺക്രീറ്റും ഒക്കെ നനയും. അങ്ങനെ പതിയെ നനഞ്ഞ് നമ്മളെ വീടിൻ്റെ മുകൾഭാഗം മൊത്തം ഒരു നനവ് പോലെ ഇരിക്കും കേട്ടോ. അതായത് ഇപ്പം മഴ പെയ്താൽ നമ്മളെ വീടിൻ്റെ ടെറസ് എങ്ങനെ ഉണ്ടായിരിക്കും ആ രൂപത്തിലാകും. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ഇങ്ങനെ വെള്ളം വീടിൻ്റെ മുകളിലേക്കായാൽ നമ്മുടെ ഈ ഇരുമ്പും അതായത് കോൺക്രീറ്റിൻ്റെ ഉള്ളിലെ ഇരുമ്പൊക്കെ കേടുവരില്ലേ എന്നിട്ടാലെന്നൊക്കെ. പക്ഷെ അതിന് മാത്രമൊന്നുമില്ല, ഇതൊരു സ്പ്രേ പോലെ അടിക്കുന്നത് കൊണ്ടും നല്ല വെയിലാണല്ലോ പുറത്ത്, അങ്ങനെ ഈർപ്പം അങ്ങനെ കെട്ടി കിടക്കുകയൊന്നുമില്ല. അതിലിങ്ങനെ തണുപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ തണുപ്പ് മാറി ചൂടാകുമ്പോഴത്തേക്കും അടുത്ത വെള്ളം വന്ന് അങ്ങനെ തണുപ്പായിക്കൊണ്ടിരിക്കും. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ കയറി കിടക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ട് ഈ ഒരു സംഭവം വെച്ചപ്പോൾ. എന്തായാലും ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ജെനുവിൻ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലൊരു സാധനമാണ്. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, അതായത് നമ്മളത് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിലും മാറ്റം വരും കേട്ടോ. കുറച്ച് ഭാഗം ചെയ്യാനുള്ളെങ്കിൽ കുറച്ച് റേറ്റ്, കൂടുതൽ ഭാഗം ചെയ്യാനുള്ളെങ്കിൽ കൂടുതൽ റേറ്റ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ചൂടിനെ ഓടിക്കാനുള്ള പരിപാടിക്ക് ഞങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗം ഏകദേശം ഫലിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. നന്നായിട്ട് ഫലിച്ചിട്ടുണ്ട്, അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ AC ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിലുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ ഒരു തണുപ്പും ഇതൊക്കെ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെക്കുന്നുണ്ട്. കിച്ചൺ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറുമ്പോൾ നമുക്ക് ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എന്തായാലും വളരെ അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പിന്നെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.